ഈ ഒരു പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച PM മുകുന്ദൻ അവർ, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിച്ചിട്ടുള്ള പ്രീത മേഡം, സുഭാഷ് സാർ, സജീവൻ സാർ, അവാർഡ് ദാനം നിർവഹിച്ചിട്ടുള്ള ഡോക്ടർ മനോജ് സാർ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ, നമ്മളെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യാപ്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. വിമോചനത്തിൻ്റെ പാത എന്ന് പറയുന്ന, സത്യത്തിൽ അത് വിമോചനം എത്ര ദുർഘടം പിടിച്ചതാണോ അത്ര തന്നെ ദുർഘടം പിടിച്ച ഒന്നാണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു വിമോചനത്തിൻ്റെ പാതയെ പറ്റി പറയുമ്പോൾ ആ വഴി തെറ്റുന്നതായാൽ അത് വിമോചനത്തിന് പകരം ഒരു പക്ഷേ മറ്റേതെങ്കിലും ദിശയിലേക്ക് അത് സഞ്ചരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് വളരെ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട, കരുതൽ എടുക്കേണ്ട ഒരു വിഷയമാണ് വിമോചനത്തിൻ്റെ പാത എന്ന്. ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഇതിൻ്റെ മുമ്പ്. എന്നാണ് വിമോചനം കിട്ടേണ്ടത് എന്നുള്ളത്. ഈ രണ്ട് ചോദ്യം ഈ ഒരു വിഷയത്തിൻ്റെ മുഖ്യമായ ഒരു പ്രമേയമാണ് എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് വേണം നമുക്കതിലേക്കുള്ള വഴികളിലേക്ക് പോകേണ്ടത്. ഒരുപക്ഷെ ബാബാ സാഹബും അഭിമുഖീകരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരർത്ഥത്തിൽ ഇത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം ആരോ തരേണ്ട ഒന്നാണോ എന്നുള്ളതും, അതല്ലെങ്കിൽ നമ്മളിൽ തന്നെ നിക്ഷിപ്തമായിട്ടുള്ള ഒന്നാണോ, നമ്മൾ എടുക്കേണ്ടതാണോ, അതേ സമയത്ത് അത്തരം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ കൈയാളാൻ ഉള്ള ഭയം നമ്മളിലുണ്ടോ എന്നുള്ളതും ഒക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാനത് പറയുന്നത് സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുന്ന ഒരു ജനത നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു മാനസിക അവസ്ഥയാണ്. നമ്മൾ ഫ്രീഡത്തെ പറ്റി പറയുന്ന അതേ സമയത്ത് തന്നെ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഭയപ്പെടുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് എറിക് ഫ്രോം എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് തന്നെ ഈ സ്വാതന്ത്ര്യ ഭയത്തെ പറ്റിയാണ് എന്നുള്ളതാണ്. ഫിയർ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ലോകത്തിന് മുമ്പിലേക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ ആശയലോകമാണ് എറിക് ഫ്രോമിൻ്റെ. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരേ സമയത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളിൽ തന്നെ അവരുടെ ആന്തരിക തലത്തിൽ മറ്റൊരു ചിന്തയും പ്രത്യയശാസ്ത്ര രൂപവും ഒക്കെ തന്നെ നിലകൊള്ളുന്നു എന്നതാണ്. അത് സ്വാതന്ത്ര്യത്തിനോടുള്ള ഭയമാണ്.
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിലേക്കും വിമോചനത്തിലേക്കും ഒരു ജനത എത്തപ്പെടുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാന കാരണം ആണ് പറയാൻ ശ്രമിക്കുന്നത്. കാരണം സ്വാതന്ത്ര്യം നമ്മൾ പറയുന്ന പോലെയല്ല, അത് കുറച്ചുകൂടി ഓരോ വ്യക്തിക്കും ബാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതകൾ കൂടുകയാണ്. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ട, അല്ലെങ്കിൽ വിധി നിർണയിക്കേണ്ട മറ്റൊരു ലോകം സൃഷ്ടിക്കപ്പെടുക. ഇതിന് ആളുകൾ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ എപ്പോഴും സേഫ് സോണിൽ ജീവിക്കാനാണ് മാനസികമായി ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതൊക്കെ ആരെങ്കിലും എന്തൊക്കെ ചെയ്തു തന്നാൽ അതിൻ്റെ ഒരു റിസ്ക് ഒന്നും ഇല്ലാത്തൊരു ലോകത്ത് കഴിഞ്ഞുകൂടാൻ ഉള്ളൊരു മാനസികാവസ്ഥ ജനങ്ങളിലൊക്കെ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ആളുകൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു രാജാവ് ഉണ്ടാവാനാണ്. ഓക്കെ, നല്ലൊരു രാജാവ് ഉണ്ടായാൽ അയാൾ എൻ്റെ കാര്യം നോക്കിക്കൊള്ളും എന്ന് പറയുന്ന, ഞാനൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന, ഞാനൊരു നിർജീവ വസ്തുവായി ജീവിച്ചു പോയാൽ മതി എന്ന് പറയുന്ന ഒരു തലം നമ്മളിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആരാവണ്ട, എനിക്ക് ഭരണാധികാരി ആവേണ്ടതില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ആവശ്യമില്ല. എനിക്ക് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ,